കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 13-14 വാക്യം. അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ വിശ്രമിക്കുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. ഹല്ലേലൂയ. ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവം തന്റെ ജനത്തെ കുതിര ബലം കൊടുത്ത് കുതിരകളെ പോലെ നടത്തി. എങ്ങനെ? താഴ്വരയിലേക്ക് നടത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് നമ്മെ നടത്തുമാറാക്കി. അല്ലേ? എന്തിനാണ്? ദൈവമഹത്വത്തിന് വേണ്ടി. ഇപ്പം നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പ്രശ്നസങ്കീർണമായ ഒരു അനുഭവമാണ്. അല്ലേ? ചിലരുടെ ജീവിതം കുന്നും താഴ്വരയും കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും. പലവിധമായ കുന്നുകൾ പോലെയുള്ള താഴ്വരകൾ പോലെയുള്ള ചില അനുഭവമാണ് ചിലരുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ചില സമയത്ത് അവർ മലമുകളിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന അനുഭവമായിരിക്കും. എല്ലാം മറന്ന് മലമുകളിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന അനുഭവം. ചില സമയത്ത് പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിൽ വീണ് കണ്ണുനീരൊഴുക്കുന്ന അനുഭവമാണ്. ഇപ്പം മലമുകളിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണ് കണ്ണീരൊഴുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എൻ്റെ ഏരിയ സ്തോത്രം. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ വളരെ സമ്പന്നരായിരിക്കും. എന്നാൽ ചില സമയങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടവരായിരിക്കും. സമ്പത്ത് ചിലപ്പോൾ പെട്ടെന്ന് വന്നു കയറും. ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, ബിസിനസ് തകർന്ന്, ജീവിതം മുഴുവൻ തകർന്ന് കടക്കണിയിലെത്തുന്ന ചില സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വിവിധ വിഷയങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടും. പെട്ടെന്ന് കടം വർദ്ധിച്ചു കയറുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ പെട്ടെന്ന് കടം തീർന്നു പോകുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ദൈവത്തെ എപ്പോഴും ആരാധിച്ച് സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മറ്റു ചിലർ എന്ത് ചെയ്യും? പിന്മാറ്റത്തിലേക്ക് പോകും. അങ്ങനെ എത്ര രീതിയാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ചിലപ്പോൾ നമ്മുടെ ജീവിതം കുന്നും താഴ്വരയും കൂടെ നിറയതാണ്. ചില സമയത്ത് മലമുകളിൽ സന്തോഷിക്കും, ചില സമയത്ത് പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിൽ വീഴും, ചില സമയത്ത് നമ്മൾ സമ്പന്നരായിരിക്കും, ചില സമയത്ത് എല്ലാം നഷ്ടപ്പെടും. ചിലപ്പോൾ നമ്മൾ വിഷാദിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും, ചില സമയത്ത് പിന്മാറ്റത്തിലായിരിക്കും. ശരിയല്ലേ? അങ്ങനെ ഞാൻ പലരിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അവരുടെ ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച കാര്യങ്ങളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ കുന്നിന്റെയും താഴ്വര, മലയുടെയും താഴ്വരയുടെയും അനുഭവമുണ്ട്. നമ്മൾ അതേ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിയും. ചില ആളുകൾക്ക് പെട്ടെന്ന് സങ്കടങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. പെട്ടെന്ന് സങ്കടങ്ങൾ ഉണ്ടാകും. അവർ തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് അവരുടെ ജീവിതം ഒടുക്കി കളയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പെട്ടെന്ന് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, പെട്ടെന്ന് പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താൻ പറയും, നീ പോയി മരിച്ചോളാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ ജീവിതം ഒടുക്കി കളയുന്ന എത്ര പേരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ വാർത്തയിലെ 16 വയസ്സുള്ള ചെറുക്കാൻ, 16 തോന്നി വായിച്ചു, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാഞ്ഞത് കൊണ്ട് അടുത്തുള്ള ഉയർന്ന മലയുടെ മുകളിൽ ചെന്ന് അവിടെ നിന്ന് താഴേക്ക് ചാടും എന്ന് മാതാപിതാക്കളെ ഭീതിപ്പെടുത്തി. ഹല്ലേലൂയ. അവൻ ചാടാതിരിക്കാൻ വേണ്ടി അവന്റെ പിതാവ് അവനെ അത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് രണ്ടുപേരും കാൽവഴുതി 100 അടി താഴ്ചയിലേക്കുള്ള അഗാധ ഗർത്തത്തിലേക്ക് പോയെന്നാണ്. അത് കണ്ടു നിന്ന മാതാവിന് സഹിക്കാൻ വയ്യാതെ അവരും കാലിടറി ആ 3 പേരും തൽക്ഷണമേ മരിച്ചു. എന്താണ്? ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരില്ല. ഇതുപോലെ പല തലമുറകൾ മൊബൈലിന് അഡിക്റ്റായി മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ ഈ മൊബൈലിന്റെ ഉപയോഗം ഒക്കെ നിങ്ങളും കുറയ്ക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകയായി മാറണം.
ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കമന്നു കിടക്കുന്ന പ്രായമാകും തൊട്ട് മൊബൈൽ ഓണാക്കി ആ കുട്ടിയുടെ മുമ്പിലിട്ട് കൊടുക്കുക. ഇന്നത്തെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? ചാറ്റിങ് ചെയ്യണം. മാതാപിതാക്കൾ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ചാറ്റിങ് നടത്താൻ വേണ്ടി, മറ്റ് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചു വീണ കുഞ്ഞ് 6 മാസമാകുമ്പോഴത്തേനും അതിന്റെ മുമ്പിൽ മൊബൈൽ ഇട്ട് കൊടുത്ത് അത് ആ മൊബൈലിന് അഡിക്റ്റായി മാറുകയാണ്. വളർന്നു വരുമ്പോഴത്തേനും നിന്റെ കുടുംബത്തെ അനുസരിക്കത്തില്ല. പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പ്രൈസലോ നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രൈസിലേക്ക് ചിലർക്ക് സങ്കടങ്ങൾ പെട്ടെന്ന് വരും. അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ എന്നാൽ ചിലരുടെ ഉള്ളിൽ പ്രതിസന്ധികൾ പെട്ടെന്ന് വർദ്ധിച്ചു വരുമ്പോൾ അവരതിന് അഡിക്റ്റായി മാറാതെ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ച് അവരതിനെ ചെയ്യിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്താന്ന് പറയാം? അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? നമ്മളിന്ന് ഇടറി വീഴാത്ത വിധത്തിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇടറി വീഴാത്ത നിലയിൽ നമ്മെ നടത്തുവാനും കുതിര ബലം തന്ന, കുതിരശക്തി തന്ന, കുതിരകളെ നടത്തുന്ന പോലെ കുതിരകൾ നടക്കുന്നത് നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ സൃഷ്ടിച്ച ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സൃഷ്ടാവായി ദൈവത്തെ മറന്നിട്ട് പലരും സൃഷ്ടികളുടെ പിന്നാലെ പോയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ശാപങ്ങൾ പെരുകി. മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതിസന്ധി മേഖലയിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? സൃഷ്ടാവായി ദൈവത്തെ മറന്നും മനുഷ്യൻ ലോകപ്രകാരമുള്ള അനുഭവങ്ങളിലേക്ക് നീങ്ങി അതവനെ പാപത്തിലേക്ക് നയിക്കുന്നു. പാപത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക്, പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിട്ട് അവന്റെ ജീവിതത്തിൽ കണ്ണുനീർ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അനവധി സഹോദരങ്ങളെ കണ്ടാൽ, സഹോദരന്മാരെ കണ്ടാൽ ഇത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും ഒരേ രീതിയിൽ താഴ്വരയുടെ അല്ലെങ്കിൽ സമപ്രദേശങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവർ വിശ്രമത്തിന്റെ അനുഭവം പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും, ജീവിതത്തിലെ എല്ലാ സമയം 24 മണിക്കൂർ നമുക്ക് രാത്രിയും പകലും ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കമായി 24 മണിക്കൂറും നമ്മുടെ കർത്താവിനോട് കൂടി താഴ്വരയുടെ അനുഭവത്തിലൂടെ നാം നടക്കുന്നെങ്കിൽ അത് നമുക്ക് നല്ല വിശ്രമമായിരിക്കും. ഹല്ലേലൂയ. ഒരു നദികളും മലകളും മലയിലേക്ക് ഒഴുകി പോകുന്നില്ല, മലമുകളിലേക്ക് കുന്നുകളിലേക്ക് ഒഴുകി പോകുന്നില്ല. കുന്നുകളിൽ നിന്നും മലകളിൽ നിന്ന് ഒഴുകുന്ന നദികളെല്ലാം താഴ്വരയിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കുന്നുകളിലും മലകളിൽ നിന്ന് ഒഴുകുന്ന നദി താഴ്വരയിലേക്ക് ഒഴുകിയെത്തുന്നതുകൊണ്ട് താഴ്വരകളെല്ലാം നല്ല ഫലപുഷ്ടികളൊന്നും നല്ല പച്ചപ്പിന്റെ അനുഭവമായിരിക്കും. എന്നാൽ മലമുകളെല്ലാം ശൂന്യവും വരണ്ടതുമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതല്ലേ. അതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ എപ്പോഴും താഴ്വരയിൽ വസിക്കുമാറാക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ താഴ്വരയിലെ ജീവിതം, അതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അത്യുത്തമമായ കാര്യമെന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവങ്ങൾ കടന്നു വരാം. മരുഭൂമിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും മരുഭൂമിയിൽ നിന്നെ തള്ളിവിടാതെ മരുഭൂമിയിൽ നീരുറവ് തരുന്നവനാ ദൈവം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവത്തിൽ നിനക്ക് നീരുറവുകളെ തരാൻ ദൈവശക്തനാണ്. അങ്ങനെ മരുഭൂമിയിൽ നീരുറവ് കൊടുത്ത ദൈവം അലിയ പരിപാലിച്ചവരൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നുപോകുന്ന സമയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ എപ്പോഴും ഹല്ലേലൂയ നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും വിശ്രമം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് തന്റെ മണവാട്ടിയെ വിളിക്കുമ്പോൾ താഴ്വരകളിലെ താമരപ്പൂവേ എന്നാണ് വിളിക്കുന്നത്. കർത്താവിന്റെ മണവാട്ടിയെ വിളിക്കുമ്പോൾ താഴ്വരകളിലെ താമരപ്പൂവേ. കർത്താവിന്റെ മണവാട്ടി ആര്? അവന്റെ സഭയാ. അവന്റെ സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ് സഭ. നമ്മൾ ഓരോരുത്തരുമാണ് കർത്താവിന്റെ മണവാട്ടി. നമ്മളെ നമ്മുടെ കർത്താവ് വിളിക്കുന്നത് താമരപ്പൂവേ എന്നാണ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും, ഉത്തമഗീതം 5-ാം അധ്യായം 13-ാം വാക്യത്തിലും, ഉത്തമഗീതം 6-ാം അധ്യായം 2-ാം വാക്യത്തിലും, ഉത്തമഗീതം 7-ാം അധ്യായം 3-ാം വാക്യത്തിലും വായിക്കുമ്പോൾ ദൈവസഭയെ, ദൈവത്തിന്റെ മണവാട്ടി സഭയെ താമരപ്പൂവേ എന്ന് വിളിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. താമരപ്പൂ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് താമരകൾ സുഗന്ധം പരത്തുന്നതാണ്. അതുകൊണ്ട് ആ താമരപ്പൂവിന്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ സംബോധന ചെയ്ത് നമ്മളെ ഒരു താമരപ്പൂവായി കാണുമ്പോൾ നമ്മുടെ പ്രിയനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം. പ്രിയ സ്നേഹിത, പ്രിയന്റെ ആ കരത്തിന് കീഴിലൂടെ നീ ആ താഴ്വരയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ താഴ്വരയിലെ താമരപ്പൂവിനെ പോലെ ദൈവത്തിനെ പരിപാലിക്കും. ഹല്ലേലൂയ.
ഇവിടെ ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, 1-2 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആമേൻ, ഞാൻ ശാരൂരിലെ പനിനീർ പുഷ്പം താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. അല്ലെ, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, അല്ലെ, ആമേ, കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. അല്ലെ, എന്ന് പറഞ്ഞാൽ എന്താണ് മുള്ളുകളുടെ ഇടയിൽ? അല്ലെ, താമര എന്ന് പറയുമ്പോൾ 1-ാം വാക്യത്തിൽ ശാരൂരിലെ പനിനീർ പുഷ്പമായും താഴ്വരയിലെ താമരപ്പൂവായും കാന്തൻ സ്വയം ചിത്രീകരിച്ചുകൊണ്ട് പ്രിയതമേ ഉപമിക്കുക. മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുന്ന താമരപ്പൂവിനോടാണ്, അതായത് പ്രിയ താമരപ്പൂവാണെങ്കിൽ മറ്റുള്ള കന്യകമാരെല്ലാം വെറും മുള്ളുകളാണെന്ന്. പ്രേസലോ. അപ്പൊ മുള്ളുകളുടെ ഇടയിൽ വസിക്കുന്ന, മുള്ളുകളുടെ ഇരിക്കുന്ന താമരപ്പൂവിനോട് ചേർത്ത് നമ്മളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഈ കാട്ടുമരങ്ങളിടയിൽ നിൽക്കുന്ന ഒരു മാതളനാരകത്തോട് തന്റെ പ്രാണപ്രിയനെ ഉപമിച്ചുകൊണ്ട് അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു എന്ന് പ്രിയൻ പറയുന്നത് കാണാൻ കഴിയും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നമില്ല, മുള്ളുകളുടെ താമരപ്പൂ പോലെ നമുക്ക് ചുറ്റും നിൽക്കുന്ന പ്രിയമാരൊക്കെ ഇപ്പോൾ മുള്ളുകളായി മാറുമ്പോൾ അതിനെ തന്നെ നമ്മൾ താമരപ്പൂ പോലെ ആയിരിക്കണം. അല്ലേ? അപ്പൊ താഴ്വരകളിലെ താമരപ്പൂവിയെ നമ്മൾ കർത്താവ് വിളിക്കുക. അതെ, താഴ്വരകളിലും നിങ്ങൾക്കൊരു വിശ്രമമുണ്ട്. നിങ്ങൾക്ക് താഴ്വരകളിൽ ഒരു വിശ്രമം ദൈവം വെച്ചിരിക്കുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി കുന്നും മലയും കൊണ്ട് നിറയപ്പെട്ട, മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട ജീവിതമാണോ നിന്റേത്? നിനക്ക് സ്വസ്ഥതയില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഉയർച്ചയില്ല, ഒരു നന്മ കാണാൻ കഴിയുന്നില്ല, എന്നും കണ്ണുനീരും മാത്രമാണോ? എന്നും നിന്നെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് നിന്നെ തള്ളിയിട്ട് കണ്ണീരൊഴുക്കുന്ന, കണ്ണുനീർ തൂക്കുന്ന അനുഭവമാണോ നിന്റെ ജീവിതത്തില്? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, താഴ്വരകളിലെ താമരപ്പിനെ പോലെ നിന്നെ എന്റെ പ്രിയൻ വിളിക്കുന്നു. എന്റെ പ്രിയൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്, മണവാട്ടി വിളിക്കുകയാണ്. ഇന്ന് പകൽ മണവാട്ടിയായ കർത്താവ് സഭയോട് നമ്മുടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, മണവാളം പറയുകയാണ്, നീ എന്റെ അരികിലേക്ക് വന്ന് ആ താഴ്വരയിലൂടെ നീ നടക്കുന്ന അനുഭവത്തിലേക്ക് നീ വരുന്നെങ്കിൽ നിന്നെ നടത്തുവാൻ ഞാൻ ശക്തനാണ്. മണവാട്ടിയായ സഭയോട്, മണവാട്ടിയായ നമ്മളോട് മണവാളം പറയുകയാണ്, നീ എന്റെ അരികിലേക്ക് വന്ന നിന്റെ ജീവിതത്തിലെ കുന്നും മലകളെല്ലാം ഞാൻ മാറ്റിത്തരുമെന്ന്. പ്രൈസലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുന്നുകളും മലകളും ഉണ്ടെന്നേ, എന്നാൽ അതിനെ നാം തരണം ചെയ്യണം. പ്രൈസലോ. പലർക്കും ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയാതെ പലരും ജീവിതം തന്നെ തകർക്കുന്നതിന് മുമ്പ് ആവർത്തിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, ജീവിതത്തിൽ കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്, ദുഃഖങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്. എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ ഏകാന്തത വലിയ പ്രതിസന്ധികൾ നിറയപ്പെട്ടതായി നിനക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഏകാന്തതയിലേക്ക് കൊണ്ടുപോയേക്കാം. ഹല്ലേലൂയ. അവിടെ നീ മനസ്സുകൊണ്ട് ഭാരപ്പെടുന്ന ജീവിതത്തെ തകർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത്, നീ താഴ്വരകളിലേക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ. താഴ്വരകളിലേക്ക് ഇറങ്ങി വന്ന് ക്രിസ്തുവിന്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴ്വരകളിൽ നീ ജീവിക്കാൻ, ആ താഴ്വര അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ നല്ല നീരുറവുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു താഴ്വരയുടെ അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുക. കടക്കെണി കൊണ്ട് ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ജീവിതങ്ങളോട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, ജോലി നഷ്ടപ്പെട്ടവരോട്, വിവിധ പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന, കടക്കെണിയിലൂടെ കടന്നു പോകുന്ന പ്രിയ ശ്രോതാവേ, ദൈവം നിന്നെ താഴ്വരയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നീ താഴ്വരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ വരണ്ട അനുഭവങ്ങൾ മാറും. കാരണം താഴ്വരകളിൽ ഒരുപാട് നീരുറവുണ്ട്. അത് ഇന്ന് പകൽ നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ സമർപ്പിച്ചു കൊടുത്ത താഴ്വരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വരണ്ട അനുഭവത്തെ, ആ പ്രതിസന്ധികളെ, പ്രതികൂലത്തെ മാറ്റിയിട്ട് ദൈവം ചില നീരുറവിന്റെ അനുഭവം തരും. ഹല്ലേലൂയ. നീരുറവുണ്ടെങ്കിൽ അവിടെ ഏത് സസ്യാദികളും ഏത് പച്ചപ്പുല്ലും വളർന്ന് പന്തലിക്കും, അത് തഴച്ചു വളരുവാൻ കാരണമാകും. അതുകൊണ്ട് നീ ആ താഴ്വരയിലേക്ക്, കർത്താവിലേക്ക് മടങ്ങി വന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ വരണ്ട അനുഭവത്തെ മാറ്റിയിട്ട് ദൈവം ചില പുതിയ തളിരുകൾ അവിടെ വിടരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അല്ലെങ്കിൽ പുതിയ അനുഭവം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതുകൊണ്ട് കർത്താവ് പറയുന്നത്, താഴ്വരയിൽ വിശ്രമമുണ്ട്. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തെ, നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ വിളിക്കുകയാണ്.
ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ കർത്താവിന്റെ കരം പിടിച്ച് താഴ്വരയിലൂടെ നടക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തെ പിടിച്ചിരിക്കുന്നെങ്കിൽ എങ്ങോട്ട് പോകുന്നു ചിന്തിക്കേണ്ട. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രിയന്റെ കരങ്ങളിലാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നെങ്കിൽ, താഴ്വരയുടെ അനുഭവത്തിലാണ് നടക്കുന്നെങ്കിൽ, നാളെയെക്കുറിച്ച് നീ ഓർത്ത് ഭാരപ്പെടണം. നാളെയെക്കുറിച്ചുള്ളതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തകർന്ന വ്യക്തിയാ, നിങ്ങൾ ഒരുപാട് ക്ഷീണിതനാ, ഒരുപാട് നിരാശയാ. എന്നെ കേൾക്കുന്ന മാതാവി, പലപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് തോന്നിയിട്ടില്ലേ? എന്നെ അങ്ങ് എടുത്തുകൂടെ നീ ചോദിച്ചിട്ടില്ലേ കർത്താവിനോട്? ഹല്ലേലൂയ. എന്തിനാണ് എനിക്ക് ജന്മം തന്നിരിക്കുന്നത് ചോദിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ ഏകാന്തത അനുഭവിക്കുന്നത്, ഞാൻ ഈ ഭാരങ്ങൾ അനുഭവിക്കുന്നത് എന്തിനാണ്? നീ പലപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ, ഹൃദയത്തിന്റെ ആഴിൽ നീ വാക്കുകൾ നിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ലേ? അവിടെയെല്ലാം നീ പലപ്പോഴും തകർന്ന താളടിയായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നീ പോയപ്പോഴും ഹല്ലേലൂയ, നിന്നെ ഒരു താളടിയായി വിടാതെ താഴ്വരയിലേക്ക് നിന്നെ നടത്തുമാറാത്ത ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിന്നുള്ള ചില കരുണയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആ കർത്താവിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമൊക്കെ വായിക്കുമ്പോൾ നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കർത്താവ് കരുതിക്കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇയ്യോബ് ഭക്തനെ പോലെ നിങ്ങളുടെ ജീവിതത്തെ നടത്തണം. ഇയ്യോബിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. എന്താണ് ഇയ്യോബ് പറഞ്ഞത്? ഇയ്യോബിനെ കുറിച്ച് വായിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്റെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അത് അയ്യോ പറയാ, ഞാൻ നടക്കുന്ന വഴി ഹല്ലേലൂയ ദൈവം അറിയുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ നടക്കുന്ന വഴി ദൈവം അറിയണം. നീ നടക്കുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമുള്ള വഴിയായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ നടക്കുന്ന വഴി ഏതാണ്? കള്ളുഷാപ്പിലേക്കും ബീവറേജിലേക്കും അതുപോലെ ബാറുകളിലേക്കും വ്യഭിചാരശാലകളിലേക്കും ചൂതാട്ടങ്ങളിലേക്കും ഒക്കെയാണ് നടക്കുന്നത്. രാവിലെ പണിയൊന്നുമില്ലാതെ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ കടത്തണ്ണീരും മൂലയ്ക്കും പറമ്പുകളിലൊക്കെ മാറിയിരുന്നിട്ട് ഹല്ലേലൂയ ഈ ചീട്ട് കളിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ചീട്ട് കളിച്ച് തോറ്റ് കഴിഞ്ഞിട്ട് ചെവിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഞാത്തിയിട്ട് ആത്തവിടുന്നതെന്ന് പറഞ്ഞാല്, പണ്ടൊക്കെ ഞാൻ ചീട്ട് കളിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ തോറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരു കുണുക്കൊക്കെ ഇട്ടിരിക്കുന്ന എത്രയോ ആളുകളെ പണിയൊന്നുമില്ലാതെ അവിടെ ഇവിടെയൊക്കെ മാറി ജീവിതം തകർത്ത് കളയുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നികത, അയ്യോബ് പറയുന്നത് ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. നീ നടക്കുന്ന വഴി കർത്താവ് അറിയുന്നുണ്ടോ? നിന്റെ വഴി ശാശ്വതമായ വഴിയാണോ? നിന്റെ വഴി നിർമ്മലമായ വഴിയാണോ? നിന്റെ വഴി സത്യത്തിന് വഴിയാണോ? അതോ നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന വഴി ഏതാണ്? യോബിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, യോബിന്റെ ആടുമാട് കന്നുകാലികൾ എല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ 10 പേര് നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ മുറുകെ പിടിക്കാവുന്ന, നീ അവനെ തള്ളിപ്പറഞ്ഞു പോയി മരിക്ക്, നിന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എന്ന് യോബിനോട് പറഞ്ഞ് ഹൃദയത്തെ കീറി മുറിക്കുന്ന വാക്കുകൾ സ്വന്തം ഭാര്യ യോബിന് പറഞ്ഞപ്പോഴും യോബ് പറയാ, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, നീ എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. അത് നിനക്കത് പറയാൻ കഴിയുമോ സഹോദര സഹോദരി? എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ കുടുംബത്തിനകത്ത് പലപ്പോഴും തീ പുകയുന്നില്ലല്ലോ. ഹല്ലേലൂയ. പലപ്പോഴും എത്രയോ നാളുകൾ ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് ഒരു നേരത്തെ ആഹാരം വെക്കാൻ കഴിയാൻ നീ വിതുമ്പുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു നേരത്തെ ചോറിന് വേണ്ടി നീ എത്രയോ വേദനിക്കപ്പെടുന്നുണ്ട്. ഇന്നും നിന്റെ ജീവിതം കഷ്ടതയുടെ നടുവിലല്ലേ? നിന്റെ ഭവനത്തിനകത്തിന്റെ ഭർത്താവ് മദ്യത്തിനടിമയായി കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിച്ച് ദൂർത്തടിച്ച് കളയല്ലേ? നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം, എന്തെങ്കിലും സന്തോഷമുള്ള ജീവിതം നിനക്ക് നയിപ്പാൻ കഴിയുന്നുണ്ടോ ശ്രോതാവി? ഇല്ല. എന്തുകൊണ്ടോ നിന്റെ കുടുംബ ശാപത്തിന്റെ കീഴിൽ കിടക്കുകയാണ്.
നിന്റെ കുടുംബം ശാപത്തിന് കീഴിൽ കിടക്കുന്നുണ്ട്. ആ ശാപം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ശാപത്താൽ നിന്റെ കുടുംബം തകർന്ന തരിപ്പണമായി മാറാതെ പാതാളത്തെ അഗാധ ഗർത്തത്തിലേക്ക് പോയി നീ ദിവസം തോറും കണ്ണുനീരൊഴുക്കാതെ ആ പാതാളത്തിന്റെ അഗാധ ഗർത്തത്തിൽ വിടിവിക്കപ്പെടണമെങ്കിൽ താഴ്വരയിലേക്ക് നടന്നു വന്ന് താഴ്വരകളിൽ നീ ആ കർത്താവിന്റെ കരം പിടിച്ച് നടക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറിപ്പോകും. ഇന്ന് നല്ലൊരു ശതമാനം കുടുംബത്തിൽ ശാപം ബന്ധിച്ചിരിക്കുകയാണ്. ശാപം അനവധി കുടുംബങ്ങൾ ശാപത്തിലാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മക്കളെ നിനക്ക് ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിധാനം ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഈ രാപകലില്ലാതെ ചോര വീർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കല്ലുഷാപ്പുകളിൽ ബീവറേജിനും കൊണ്ടു കൊടുത്ത് ചൂതാട്ടത്തിന് കൊണ്ടു കൊടുത്തിട്ട് വൈകിട്ട് നീ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് പോക്കറ്റ് ശൂന്യമായിട്ടല്ലേ? അല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധൻ പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലെങ്കിൽ നിന്റെ ജീവിതം അഗാധ ഗർത്തത്തിലേക്ക് തള്ളിവിടാതെ സാത്താന് നിന്റെ കുടുംബത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാതെ പിശാചിന്റെ കൈ നീ വിടിവിക്കപ്പെടണം. അല്ലേലൂയ. അയ്യോ പറയുക, അവൻ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എല്ലാവരും യൂബിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്റെ ശോധന കഴിച്ച് പൊന്നുപോലെ പുറത്തു വരുമെന്ന്. അല്ലെങ്കിൽ എന്റെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ യോബിന്റെ വിശ്വാസം ഏതാണ്? വിശ്വാസത്തോടെ മനസ്സോടെ പറയുവാൻ നിനക്ക് കഴിയുമോ? കർത്താവിന്റെ വരകെ നിങ്ങളെ ആശ്ചര്യമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയണം. കർത്താവിന്റെ കൈ നിന്നെ ശക്തിയിരിക്കും. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നതാണ്. അത് നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം നിന്റെ കുടുംബത്തിന് നീട്ടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ പാപത്തിന്റെ ചൂഴിൽ നിന്ന് മടങ്ങി വരണം. പാപത്തിന്റെ നടുക്കയത്തിൽ നിന്ന് മടങ്ങി വരണം. പാപം നിന്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. പാപത്തിന്റെ അന്ധകാരത്തിന്റെ കുടുംബം ഇരുളിൽ കിടക്കുക. ഇന്ന് നിന്റെ കുടുംബം ഇരുളിന്റെ നടുവിലെ സാത്താന്റെ അധികാരത്തിന്റെ കുടുംബം കിടക്കുന്നത്. നിനക്ക് ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, നന്മ പ്രാപിക്കാൻ കഴിയാതെ, നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ നീ അധ്വാനിക്കുന്ന മുഴുവൻ കൊണ്ടൊന്ന് ജഡികമായ ആചാരങ്ങൾക്ക്, ജഡികമായ ജീവിതങ്ങൾക്ക് നീ ചെലവഴിക്കുകയല്ലേ? നിന്റെ അധ്വാന ഫലം മുഴുവൻ കൊണ്ട് നീ മറ്റുള്ളവർ വിട്ടുകൊടുക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ഉപയോഗിക്കേണ്ട പൈസ, നിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട നിന്റെ വിയർപ്പിന്റെ വില ആരാണ് ഉപയോഗിക്കുന്നത്? പ്രൈസലോ. നീ പാപത്തിൽ വീണ് കിടക്കുക. നിന്റെ ജീവിതം മുഴുവൻ പാപമാകുന്ന നരകത്തിൽ നീ വീണ് കിടന്ന് സാത്താൻ നിന്നെ ഓരോ ദിവസം ഗോതമ്പ് പാറ്റുന്നവരെ പാറ്റുക. നീ മടങ്ങി വരണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുള്ള ജീവിതം നയിപ്പാൻ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും സമാധാനമുണ്ടോ? പാമ്പിഴയുന്നത് പോലെ ഇഴഞ്ഞില്ലേ നീ റോട്ടിൽ കൂടെ നടന്നു വരുന്നത്? പാമ്പിഴയുന്നതിന് കഴുത്തിലേക്ക് ആ റോട്ടിൽ കിടക്കുന്ന, നാട്ടിൽ കിടക്കുന്ന മദ്യം മേടിച്ച് കുടിച്ചിട്ട്, വിഷം മേടിച്ച് കുടിച്ചിട്ട് നീ പാമ്പിഴയുന്നത് പോലെ നിന്റെ വീട്ടിലേക്ക് ഇഴഞ്ഞു വന്നിട്ട് നിന്റെ വീട്ടിനകത്ത് നീ പാമ്പിഴയുന്നത് പോലെ അല്ലേ കിടന്ന് ഇഴയുന്നത്? നിന്റെ കുടുംബം ശാപിക്കപ്പെട്ട കുടുംബമായി മാറാതെ ഇരിക്കണമെങ്കിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. സാത്താൻ നിന്റെ കുടുംബത്തെ ശാപത്തിലേക്ക് കൊണ്ടുവിടുകയാണ്. അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞു, പലരും കുടിച്ച് വെളിവില്ലാതെ പാമ്പിഴഞ്ഞു വരുന്നവരാ വരുന്നത്. സ്വതന്ത്രം എന്നിട്ട് അവര് വലിയ പുള്ളികളായിട്ടാണ് വരുന്നത്. മദ്യപിച്ച് പാമ്പിഴഞ്ഞു വരുന്ന വെച്ചാൽ അവന്റെ പിന്നെ വീഡിയോ, അവന്റെ പ്രവൃത്തി, അവന്റെ നോട്ടവും പാമ്പും, അവന്റെ ചിന്തയും, അവന്റെ കുടുംബത്തിന്റെ മഹിമയും, കുടുംബത്തിന്റെ പാരമ്പര്യവും, ഞാൻ ആരാണ്, ഞാൻ നിന്റെ കുടുംബം എന്താണ്, എന്റെ തറവാണ് എന്താണ്, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങൾ ആരാണ് എന്ന് വേണ്ട എന്തെല്ലാം വെറും ശൂന്യമായ വാക്കുകളെ വിളിച്ചു പറയുന്നത്. നിന്റെ ജീവിതത്തിൽ നീ അഭിമാനത്തോടുകൂടി ജീവിക്കണം. നിന്റെ കുടുംബത്തിൽ നീ അഭിമാനത്തോട് ജീവിക്കണം. ദേശത്തെ അഭിമാനത്തോടുകൂടി ജീവിക്കണം. പാമ്പിഴയുന്ന പോലെ ഇഴഞ്ഞ് ജീവിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായി, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനായി നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം നിറയപ്പെടണം ദൈവം ആഗ്രഹിക്കുക. ലോകമെമ്പാടുള്ള സകല ജനത്തോടും പറയട്ടെ, കേരളത്തിലെ ജനം, കേരളത്തിന്റെ സ്ഥിതി എന്താ? മദ്യം കൊണ്ട് നിറയപ്പെട്ട്, മയക്കുമരുന്ന് കൊണ്ട് നിറയപ്പെട്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുക, കേരളത്തിലെ ബീവറേജ് സ്വർണ്ണം നഷ്ടത്തിലാണെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ചിരി വന്ന് അദ്ദേഹത്തിന് ഭയങ്കര വെറുപ്പും തോന്നി. കേരളത്തിലെ ബീവറേജ് മുഴുവൻ നഷ്ടത്തിലാണെന്ന്. കേരളത്തിലെ ബീവറേജ് മുഴുവൻ ലാഭത്തിലാക്കിക്കൊണ്ട് ജനത്തിന് എന്ത് ഗുണമാണ്? കേരളത്തിലെ ബീവറേജ് ലാഭത്തിലാക്കി മാറ്റുമ്പോൾ എത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്, എത്ര കുടുംബത്തിനകത്താണ് അരാജകത്വം വരുന്നത്. കേരളത്തിലെ ബീവറേജ് നഷ്ടത്തിലാണെന്ന് കേട്ടപ്പോൾ ഭയങ്കര അപമാനം തോന്നി ഇവിടെ ഉള്ള ജനത്തോട്. റീസലോ എൻ്റെ നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ. ബീവറേജിന് മഹത്വമുള്ള നാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ ഭൂമിയിലാക്കിയത്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്.
ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്നും പുറത്തേക്ക് വന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് മരുഭൂമിയിലൂടെ അവരെവിടേക്ക് പോകുന്നു, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും, എവിടുന്ന് വെള്ളം കുടിക്കും, എങ്ങനെ മാംസം തിന്നും എന്നൊന്നും അവർക്കറിയില്ല. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നാളെ എന്ത് ചെയ്യും? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവിതം ഇനി എങ്ങനെയാണ്? ആര് ഭക്ഷണം കൊടുക്കും? മരുഭൂമിയല്ലേ, എവിടെ നിന്ന് വെള്ളം കിട്ടും എന്നൊന്നും അവർക്കറിയില്ല. എങ്കിലും വിളിച്ച ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് അവർ പുറപ്പെടാൻ യാത്ര തുടർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 105-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 105-ാം സങ്കീർത്തനം 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ ജനം പുറപ്പെടുവിച്ചത് എങ്ങനെയാ? വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് പോരുന്ന സമയത്തും അവരെ കൊള്ളയടിച്ചു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് സ്തോത്രം അല്ലേ, 37-ാം വാക്യം, മിസ്രയീമിലെ ഇസ്രായേൽ കൊള്ളയിട്ട കാര്യമാണ് 37-ാം വാക്യത്തിൽ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിൽ അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്കാർക്കും ഒരു രോഗവും ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ അവർ ബലഹീനനില്ലായിരുന്നു. അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരിലാരും മറപ്പെട്ടില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സകല ഇസ്രായേലിനോട് മാടുമാട് കന്നുകാലികൾക്കെല്ലാം സുരക്ഷിതമായ വാസം ഒരുക്കി കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുക. എത്ര കാലമായി നീ സന്തോഷിച്ചിട്ട്, എത്ര കാലമായി നീ ഒന്ന് ആനന്ദിച്ചിട്ട്, സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങിയിട്ട്, എത്ര കാലമായി രാത്രിയുടെ സമയങ്ങളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എഴുന്നേറ്റും ഇരുന്നും നീ എത്ര ദിവസമാണ് ചെലവഴിക്കുന്നത്? ഉറങ്ങാൻ കിടന്നതിനൊക്കെ ഉറക്കം വരും. ഉറക്കത്തിന്റെ പല സ്വപ്നങ്ങൾ, പല കാര്യങ്ങൾ നിന്റെ ഉള്ളിലേക്ക് വന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന അനുഭവമല്ലേ? ഉറങ്ങുവാൻ കഴിയാത്ത നീ രാത്രി കാലങ്ങളിൽ എത്രയോ പ്രാവശ്യമാണ് കിടക്കയെ തിരിഞ്ഞും പറഞ്ഞ് കിടക്കുന്നത്. നിന്റെ മനസ്സിന് ശാന്തിയില്ല, നിന്റെ മനസ്സിന് സ്വസ്ഥതയില്ല, നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവമല്ലേ സഹോദര സഹോദരി? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിന്റെ കുടുംബത്തിന് മേൽ വ്യാപരിക്കുന്ന ശാപം, ആ ശാപം നിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിന്റെ കുടുംബം എന്നും അഗാധ ഗർത്തത്തിന്റെ അനുഭവമായിരിക്കും. നിന്റെ ജീവിതത്തിന് ഉറങ്ങാൻ കഴിയില്ല, സ്വസ്ഥത കിട്ടത്തില്ല. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ, താഴ്വരയിലൂടെ നീ കർത്താവിന്റെ കരം പിടിച്ച് നടക്കുന്നെങ്കിൽ ദൈവം ചില നീരുറവുകളെ തുറന്നു തരും. അഗാധ ഗർത്തത്തെ ദൈവം നിന്നെ നീരുറവിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുക. പ്രൈസ്. നീ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെ ആരാധിക്കണം. സൃഷ്ടാവിനെ ആരാധിപ്പാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യന്റെ മനസ്സുകളെ പാപത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് പിശാച് തള്ളിയിട്ടിട്ട് പറഞ്ഞു, നീ സൃഷ്ടാവിനെ ആരാധിക്കേണ്ട, സൃഷ്ടികളെ ആരാധിച്ചാൽ മതിയെന്ന്. ഹല്ലേലൂയ. സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകത്തില്ല. പ്രൈസലോ. നിങ്ങൾ എന്ത് കമ്മിറ്റി വേണേൽ ഇട്ടാലും കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഒരുപാട് മധ്യസ്ഥന്മാർ മുമ്പാകെ മുട്ടുകുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ലേലിയ രക്തജ് അതിനെ എന്തോ മാറ്റിക്കളഞ്ഞ് താഴ്വരയിലേക്ക് ഒഴുകി വരുന്ന നീരുറവ് പോലെ താഴ്വരയിലെ അനുഭവത്തിന്റെ നിലവിലേക്ക് ഞാൻ എൻ്റെ കർത്താവിന്റെ കരം പിടിച്ച് നടന്നപ്പോൾ അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായത്. താഴ്വരകളിൽ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഈ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെ നല്ല തണുത്ത കാറ്റുകൾ, അല്ലെ, നമ്മെ ഈറണയിക്കുന്ന കാറ്റുകൾ. അവിടെ നല്ല കുളിരൊക്കെയുണ്ട്, അവിടെ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ, അവിടെ നല്ല വൃക്ഷലതാദികളുണ്ട്, അവിടെ നല്ല നീരുറവുകളുണ്ട്. അല്ലെ, താഴ്വരയിലേക്ക് നീ വരുമ്പോൾ അവിടെ നിന്റെ കൈപിടിച്ച് നടത്തുവാൻ യഹോവയായി ദൈവം പഴയ നിയമത്തിൽ അവിടുത്തെ ഇസ്രായേൽ നടത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ യേശു നിന്റെ കൈപിടിച്ച് നടത്തുവാനുണ്ട്. അതുകൊണ്ട് താഴ്വരയിൽ ഒരു താമരപ്പൂവിനോട് ദൈവം നിന്നെ ഉപമിക്കുമ്പോൾ നീ ആ താമരപ്പൂവിന്റെ സുഗന്ധമുള്ളവനായിരിക്കും. താമരപ്പൂവിനെ പോലെ നീ അതേ അനുഭവത്തേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ആത്മപ്രിയതിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ നമ്മൾ 37-ാം സങ്കീർത്തനം വായിക്കാറില്ലേ? 37-ാം സങ്കീർത്തനം അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തിന് സ്ഥിരമാക്കുന്നു.
അതില് നിന്റെ വഴികളിൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ നീ പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വരണം. പാപം നിന്റെ കുടുംബത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. നരകമാകുന്ന ഗർത്തത്തിൽ നീ വീണു പോകരുത്. ഹല്ലേലൂയ. പാപത്തിന്റെ ഗർത്തത്തിന് പാപത്തിന്റെ അനുഭവം നീ മടങ്ങി വന്ന് നിന്റെ വഴികൾ ദൈവത്തിന് പ്രസാദകരമായി മാറണം. ഹല്ലേലൂയ. നിന്റെ വഴികൾ ദൈവത്തിന് പ്രസാദകരമാണെങ്കിൽ അവൻ നിന്റെ ഗമനത്തെ അങ്ങ് സ്ഥിരമാക്കുമെന്ന വേദപുസ്തകം പറഞ്ഞത്. ഹല്ലേലൂയ. ആ വചനം ആംഗ്ലേയ വേദപുസ്തകത്തിൽ വായിക്കുന്നുവെങ്കിൽ നീതിമാന്റെ വഴികൾ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നീതിമാന്റെ വഴികൾ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. അത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ പ്രാണനെ ആശ്വസിപ്പിച്ച് തന്റെ നാമത്തെ നീതിയുടെ പാതയിലൂടെ നടത്തും. നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നവനാ ദൈവം. നിങ്ങളുടെ പ്രാണനെ ആശ്വസിപ്പിക്കുന്നില്ല. ഊരിൽ താഴ്വരയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, മരണനേടിൽ താഴ്വരയിലൂടെ നീ യാത്ര ചെയ്യേണ്ടി വന്നാലും നിന്റെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ വന്നിന് ഏത് ദേശത്തെ രാജ്യത്തിൽ നീ കേൾക്കുന്നോ, നീ കടന്നു പോകുന്ന ചില ഊരിലിന്റെ അനുഭവമുണ്ടല്ലോ, നിന്റെ പ്രാണന് സമാധാനമില്ലാത്തൊരു അനുഭവമുണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് ദൈവം നിന്നെ ഒന്ന് പുതിയ അനുഭവത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഒരു വിശ്രമം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വരണം. അല്ലേ? നിങ്ങൾക്കൊരു വിശ്രമം വേണമെങ്കിൽ നിങ്ങളുടെ വഴികൾ കർത്താവിൽ ഏൽപ്പിക്കുവിൻ. പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. സന്തോഷ സമാധാനം പ്രാപിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേ? നിങ്ങൾ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വസ്ഥതയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസലോ. പാപത്തിന്റെ വഴികളെ നീ വിടണം. അല്ലേ? ശാപത്തിന്റെ വഴികളെ നീ വിടണം. പിശാചിന്റെ വഴികളെ നീ വിട്ട് മടങ്ങി വരണം. നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പിശാച, നിന്നെ നടത്തുന്നത് പിശാചാണ്. അല്ലേ? അതുകൊണ്ടാണ് പാപം നിന്റെ ജീവിതത്തിൽ അലയടിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേ? പാപം നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ അലയടിച്ചു ഉയരുന്നതോടെ നീ പാപത്തിന് അടിമപ്പെടും. പാപം നിന്നെ അഗാധ ഗർത്തത്തിലേക്ക്, പാതാളത്തിന്റെ ഗർത്തത്തിലേക്ക് ഇതിനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരവ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം ഹല്ലേലൂയ 5 വായിച്ചാൽ ചില അനുഭവങ്ങളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ വല്ലപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. പിന്നെ ഈ സദൃശവാക്യങ്ങളൊക്കെ വല്ലപ്പോഴും വായിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകും. സത്യവേദ പുസ്തകത്തിനനുസൃതമായ ജീവിതം നീ നയിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ സാത്താൻ തൊടത്തില്ല. പ്രൈസലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനം എന്താണ്? വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം അതിന്റെ 13-14 വാക്യമാണ് വായിച്ചത്. അവർ ഇടരാതെ കൊണ്ടും മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആളുകൾ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങിച്ചിരുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ വിശ്രമിക്കുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ളൊരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. അതെ, ദൈവം നമ്മെ നടത്തുന്നവനാണ്. ദൈവം നിന്നെ നടത്തുന്നവനാ. എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ നടത്തും. ദൈവം നിന്റെ അല്ലലും മാറ്റും. ദൈവം നിന്റെ സങ്കടം മാറ്റി, കണ്ണുനീര് മാറ്റും. നിനക്ക് പ്രത്യാശയോടെ ജീവിപ്പം കഴിയുന്ന ഒരു നല്ല ദിവസത്തെ ദൈവം തരാൻ ആഗ്രഹിക്കുക. ഇന്ന് പകരം യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കാമോ? യേശുവിന്റെ മനസ്സ് വിട്ടുകൊടുക്കാമോ? നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ വിട്ട് മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് ചില പുതിയ അനുഭവങ്ങളെ തരും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് വേണ്ടി എന്നെ എന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വഴികൾ എനിക്ക് വേണ്ട, ഈ ലോകത്തിന്റെ വഴികൾ വേണ്ട, മുള്ളും മറക്കാനും നിറയപ്പെട്ട ജീവിതം വേണ്ട. ആ താഴ്വരയിൽ രണ്ടോടൊപ്പം ചേർന്ന് ആ താഴ്വരയുടെ നീരുറവിന്റെ അനുഭവത്തിലൂടെ എന്നെ നടത്തുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേൾക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, പൻപസ ലഹരിയുടെ, ചെടിക്കയുടെ, വിചാരത്തിന്റെ സകല അശുദ്ധമായ ദുർമാർഗങ്ങളിൽ ജീവിക്കുന്ന ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ലോകമെമ്പാടുള്ള 800 കോടി ജനത്തെയും മത നേതാക്കന്മാർ, മത സാമൂഹ്യ സാംസ്കാരിക മീഡിയ രംഗങ്ങൾ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ ചേർത്തലായിരിക്കുന്നവരെയും ശൈശവത്തിൽ, ബാല്യത്തിൽ, കോമരി, യുവനത്തിൽ, വാർന്ന രാവിലെ അച്ഛനെ യാചക, ഓർഫനേജ്, ഓട്ടജോമ്, ജുവൽ തലമുറയിലായ സകല ജനത്തിന് ദൈവം മാനസാന്തരം കൊടുക്കണമേ. ആ പാപത്തിന്റെ കർത്താവി പാതാളത്തിന്റെ അഗാധ ഗർത്തജനം വിടുവിക്കപ്പെട്ട് ആ താഴ്വരയിലേക്ക് വന്ന് ക്രിസ്തുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം പ്രാപിപ്പാൻ ദൈവവിളികൾ, രോഗങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ മാറട്ടെ, കുടുംബത്തെ തകർക്കുന്ന സകല ദുഷ്ട
നടപടികളിൽ സാത്താന്റെ പ്രവർത്തനം വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മുഖത്ത് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.